ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ചിലവ് കുറഞ്ഞ രീതിയിൽ ഒരു ഇൻവെർട്ടർ എങ്ങനെ നിർമ്മിക്കാമെന്ന് നോക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. എന്ന വീഡിയോയിലേക്ക് കിടക്കാം. ഇതിലേക്കുള്ള വേണ്ടി വരുന്ന മെറ്റീരിയലാണ് ഈ കാണുന്നത്. അത് വെള്ളി കേസ്, അതുപോലെ ട്രാൻസ്ഫോമർ. ഇവിടെ ഉപയോഗിക്കുന്നത് 300 VAയുടെ ഒരു ഇൻവെർട്ടറാണ് ഞാൻ ഇപ്പോൾ സെറ്റ് ചെയ്യുന്നത്. വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്കിതിൽ 300 VAക്കകത്തുള്ള സാധനങ്ങൾ കണക്ട് ചെയ്യാം. അതുപോലെ ബോർഡ്, അതിനകത്ത് ബാറ്ററിയിലേക്ക് കണക്ട് ചെയ്യുന്ന വയറ്, അത് കണക്റ്റിംഗ് വയറുകൾ, ചാർജിങ് കപ്പാസിറ്റർ, കണക്ടർ, പിന്നെ സ്ക്രൂസ്, അതുപോലെ ലെഗ്സ്, വാഷർ, സ്വിച്ച്, അതുപോലെ ബാറ്ററി കണക്ട്, ബാറ്ററി വയറിലേക്ക് ലെഗ്സ് ആണത്. ഫസ്റ്റ് നമ്മൾ ട്രാൻസ്ഫോമർ വെച്ചിട്ട് അതിൽ ഇതുപോലെ പെൻസിൽ എന്തെങ്കിലും വെച്ച് ട്രാൻസ്ഫോമർ ഫിറ്റ് ചെയ്യാനുള്ള ഹോളിന് വേണ്ടിയിട്ട് നമ്മൾ മാർക്ക് ചെയ്യണം. അതുപോലെ ബോർഡ് വെച്ചിട്ടും 2 ഹോളുകൾ മാർക്ക് ചെയ്യുക. എന്നിട്ട് നമുക്ക് ആ ഹോളുകൾ ഒരു ഡ്രില്ലോ മറ്റോ ഉപയോഗിച്ച് ഹോൾ ചെയ്തെടുക്കണം. ഞാൻ ഡ്രില്ല് ഉപയോഗിച്ചിട്ട് ഹോൾ ചെയ്തിട്ടുണ്ട്. ഞാൻ ഇല്ലെങ്കിൽ ഒരു നല്ലൊരു ആണി എന്തെങ്കിലും വെച്ച് ഹോൾ ചെയ്താലും മതി. പിന്നെ നമ്മൾ ആ ലെഗുകൾ ഒരു സ്ക്രൂ ഉപയോഗിച്ചിട്ട് ബോഡിയിൽ പിടിപ്പിക്കുക. നല്ലതും പിടിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ ഇരിക്കും. അതിന് ശേഷം പിന്നെ നമ്മൾ ട്രാൻസ്ഫോമർ വെച്ചിട്ട് നെറ്റ് വോൾട്ടേജ് ചെയ്യുക. നേരത്തെ മാർക്ക് ചെയ്ത് അതേ ആ ഹോളിൽ മാർക്ക് ചെയ്ത് ഹോൾ ചെയ്തിട്ടുണ്ടല്ലോ, അതിൽ നമ്മൾ നെറ്റ് സ്ക്രൂ ഇട്ടിട്ട് ടൈറ്റ് ചെയ്യുക. ഇതിൽ ഞാനിവിടെ 300 VAയുടെ ട്രാൻസ്ഫോമറും ഒരു ബോർഡാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇതിൽ നമുക്ക് ഒരു വീട്ടിലേക്ക് അത്യാവശ്യമുള്ള ബൾബുകൾ, LED ബൾബുകൾ ആണെങ്കിൽ ഒരു 3-4 LED ബൾബ്, ഒരു ഫാന്, 1-2 ഫാനൊക്കെ നമുക്ക് കുറേ സമയത്ത് നമ്മുടെ ബാറ്ററി കപ്പാസിറ്റിക്ക് അനുസരിച്ച് നമുക്ക് വർക്ക് ചെയ്യാൻ കഴിയും. ഞാനിവിടെ കൊടുത്തിരിക്കുന്നത് 40 HP ബാറ്ററിയാണ്. നമ്മളിതിൽ ബോർഡും അതുപോലെ ട്രാൻസ്ഫോമർ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി ബോർഡിൽ നിന്ന് ട്രാൻസ്ഫോമറിലേക്കുള്ള 2 റെഡ് വയറുകളുണ്ട്. അത് 0-12 എന്നുള്ള ട്രാൻസ്ഫോമറിൽ നമ്മൾ 12 മാർക്ക് ചെയ്തിട്ട് ആ ഭാഗത്ത് കണക്ട് ചെയ്തിട്ട്, അതിനുശേഷം നമ്മൾ ഇതിലെ ബാറ്ററി വയറുകൾ കണക്ട് ചെയ്യാനുള്ള വാഷാണത്. അത് ഇട്ട് കൊടുക്കുക. അതുപോലെ കണക്ടറുകൾ നമ്മൾ ഇൻപുട്ട് ഔട്ട്പുട്ട് കണക്ട് ചെയ്യാനുള്ള കണക്ടറും നമ്മൾ ഘടിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ അതിൽ ബാറ്ററി വയർ കൊടുക്കുക. ബാറ്ററി വയർ ഇട്ടിട്ട് ട്രാൻസ്ഫോമറിൻ്റെ 0 എന്നുള്ള പോയിന്റിൽ ഇത് പോസിറ്റീവ് വയറാണ്. ബാറ്ററിയിലേക്ക് നമ്മൾ കണക്ട് ചെയ്യുന്ന പോസിറ്റീവ് വയർ നമ്മൾ
ട്രാൻസ്ഫോമറിൻ്റെ 0 എന്നുള്ള പോയിന്റിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. അടുത്ത നെഗറ്റീവ് വയർ നമ്മൾ ബോർഡിൽ നിന്നൊരു ബ്ലാക്ക് വയർ, നെഗറ്റീവ് വയർ വരുന്നുണ്ട്. അതിൽ നന്നായിട്ട് കണക്ട് ചെയ്യുക, നന്നായി സോൾഡർ ചെയ്ത് കൊടുക്കണം. സോൾഡർ ചെയ്ത് കൊടുത്തതിന് ശേഷം ഇൻസുലേഷൻ ടേപ്പോ സ്ലീവോ കൊണ്ടത് നന്നായിട്ട് ഇൻസുലേറ്റ് ചെയ്യുക. അവിടെ ഇൻസുലേഷൻ ടേപ്പ് ഉപയോഗിച്ച് നന്നായിട്ട് ഇൻസുലേഷൻ ചെയ്യുന്നുണ്ട്. ഇത് ബാറ്ററി കണക്ടറാണ്. ബാറ്ററിയിലേക്ക് കണക്ട് ചെയ്യാനുള്ള ലെഗ് നന്നായിട്ട് കണക്ട് ചെയ്ത ശേഷം നന്നായി സോൾഡർ ചെയ്ത് കൊടുക്കണം. സോൾഡർ ചെയ്ത് കൊടുത്തിട്ടില്ലെങ്കിൽ ഊരി പോരാനും ലൂസ് കണക്ഷൻ ചാൻസ് ഉണ്ട്. നെഗറ്റീവ് വയർ അതുപോലെ തന്നെ ഫസ്റ്റ് ലെഗ് കണക്ട് ചെയ്യാൻ ശേഷം നമുക്ക് സോൾഡർ ചെയ്ത് കൊടുക്കാം. നമ്മൾ സോൾവ് ചെയ്ത് കൊടുക്കുക. സോൾവ് ചെയ്തില്ലെങ്കിൽ പിന്നെ അത് ലൂസ് കണക്ഷൻ വരാൻ ചാൻസ് ഉണ്ട്. ബാറ്ററിയിൽ നിങ്ങൾ കണ്ടിട്ട് ഒരു ഉപ്പ് പോലെ പിടിക്കുന്ന ഒരു സംഭവം കണ്ടിട്ടാണ്. അത് പിടിച്ചിട്ട് നന്നായിട്ട് ലൂസ് കണക്ഷൻ വരും. അതിനാണ് ഈ സോൾവ് ചെയ്ത് കൊടുക്കുന്നത്. ഇത് കുറച്ച് ലെങ്തി വീഡിയോ ആയതിനാൽ എൻ്റെ അടുത്ത പാർട്ടിലാണ് ഞാൻ ഫുൾ വീഡിയോ കാണിക്കുന്നത്. ഇതിൻ്റെ ബാക്കി വീഡിയോ അടുത്ത പാർട്ടിലുണ്ടായിരിക്കും. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷന് വേണ്ടിയിട്ട് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയും നിങ്ങളെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.